ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് പാവയ്ക്ക വെച്ചിട്ട് നല്ലൊരു അടിപൊളി പാവയ്ക്ക മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാവയ്ക്കൊക്കെ നന്നായിട്ട് കഴുകിതാ ഈ പരുവത്തിന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് തിരുമ്മി നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്കിന് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉപ്പിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കിന് നമ്മുടെ പാവയ്ക്കയിലെ കയ്പ്പൊക്കെ ഇറങ്ങി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പാവയ്ക്ക കറി വെക്കുമ്പം നമുക്ക് ഭയങ്കര കയ്പ്പ് ഉണ്ടാവത്തില്ലേ. അപ്പോൾ ഇതുപോലെ ഉപ്പ് തിരുമ്മി പാവയ്ക്ക വെക്കുവാണെങ്കിൽ നമുക്ക് അധികം കയ്പ്പ് ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പൊക്കെ ഇട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്കിന് നമുക്ക് മിക്സ് ചെയ്ത് പാവയ്ക്കൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പാവയ്ക്കൊക്കെ എടുത്ത് പാവയ്ക്ക ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നമുക്ക് കറി വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ചിലർ ഇങ്ങനെ പാവയ്ക്ക ഇങ്ങനെ ഉപ്പ് തിരുമ്മി വെക്കുന്ന പാവയ്ക്ക അതൊന്ന് കഴുകിയെടുക്കും കേട്ടോ. അപ്പം ഞാൻ കഴുകിയെടുക്കുന്നില്ല, ഞാൻ അതുപോലെ ഉപ്പ് തിരുമ്മി ആ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷമാണ് പാവയ്ക്ക എടുക്കുന്നത് കേട്ടോ. കഴുകിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെ പാവയ്ക്കയിലെ വെള്ളമൊക്കെ ഇങ്ങനെ പിഴിഞ്ഞിതാ കറി വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ രീതിയിൽ പാവയ്ക്ക മീൻകറിയൊക്കെ വെക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനവും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സവളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം അധികം ഒന്നുമില്ല, എല്ലാം കുറച്ച് കുറച്ച് വെച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അധികം പാവയ്ക്ക ഇല്ലല്ലോ. അപ്പോൾ പാവയ്ക്കയുടെ അനുസരിച്ച് നമുക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കുറച്ച് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പാവയ്ക്കയൊക്കെ വേകാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ ഇനി നമ്മളെ മീൻകറി വെക്കുന്നത് കുടംപുളി ഇട്ടിട്ടാണ് കേട്ടോ. വാളംപുളിയല്ല, കുടംപുളി ഇട്ടിട്ടാണ് നമ്മുടെ പാവയ്ക്ക മീൻകറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു ചെറിയ കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് കൊടുത്ത് നടുക്കോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുപ്പ് തീ കത്തിച്ച് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാവേ. അപ്പോൾ അങ്ങനെ അടുപ്പേ വെച്ച് കൊടുത്ത് നമ്മുടെ പാവയ്ക്കൊക്കെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്കിന് പാവയ്ക്കൊക്കെ നന്നായിട്ട് തിളച്ച് വെന്തിട്ടില്ല, തിളച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു 10 മിനിറ്റും കൂടി അതൊന്ന് അടച്ച് വെച്ച് നമ്മുടെ പാവയ്ക്ക അടച്ച് വെക്കുക കേട്ടോ. അപ്പം ഈ രീതിയിൽ ഞാൻ 2-3 തവണയും ഞാൻ ഈ രീതിയിൽ പാവയ്ക്ക ഇങ്ങനെ ഇതുപോലെ പാവയ്ക്ക മീൻകറി ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പാവയ്ക്ക കറി വെച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും ഈ വീഡിയോ ഒന്ന് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ രീതിയിൽ വെക്കാൻ അറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മീൻകറി ഇല്ലെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള പാവയ്ക്ക മീൻകറി നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ പാവയ്ക്കൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ അരപ്പ് തയ്യാറാക്കി എടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ തിരുമിയതും മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ അരച്ച മീൻ കറിക്ക് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ പാവയ്ക്ക മീൻ കറിക്കും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പാവയ്ക്കൊക്കെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അരപ്പും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അപ്പം ചിലർ പാവയ്ക്കൊക്കെ വേകുന്ന കൂട്ടത്തിൽ ഇതുപോലെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ തേങ്ങ അരപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാവേ. അധികം ലൂസുമല്ല എന്നാൽ അധികം ചാറുമല്ലാത്ത രീതിയിലാണ് കേട്ടോ, കുറുകി അല്ലാത്ത രീതിയിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പാവയ്ക്ക കറി റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ അധികം മീൻകറിക്കൊക്കെ അധികം നമ്മൾ വെള്ളം പോലെ നമ്മൾ ആക്കത്തില്ലല്ലോ, ഒരു ലേശം കുറുകുന്ന ആ ഒരു പരുവത്തിലല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഞാനൊന്ന് ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കിയായിരുന്നേ. ഇടയ്ക്ക് ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടി ഉണ്ട്. അപ്പോൾ തേങ്ങ അരപ്പും ഒക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും ഉപ്പിൻ്റെ കുറവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ലേശം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അധികം തിളപ്പിക്കത്തില്ല, എന്നാൽ കുറച്ചൊന്ന് ചൂടാക്കുന്നതുമല്ല, ഒന്ന് പതുക്കെ ഒന്ന് കറി തിള വരുമ്പോഴത്തേക്കിന് നമുക്കത് ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കടുക് താളിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് പാത്രമൊക്കെ അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുക് ഇട്ട് കൊടുത്ത് കടുകൊക്കെ എൻ്റെ അവിടെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നേ.
പിന്നെ ഇതാ കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും കൂടെ നമുക്ക് കടുക് താളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമ്മുടെ പാവയ്ക്ക കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വളരെ നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് ഇങ്ങനെ പാവയ്ക്കക്കറി വെക്കുവാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. എപ്പോഴും നമ്മൾ ഒരേ രീതിയിലല്ലേ പാവയ്ക്കക്കറിയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് വെക്കുവാണെങ്കിൽ പല ടേസ്റ്റിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ കറിയിലേക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള പാവയ്ക്ക മീൻകറിയെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ.